ശരിക്കും പറഞ്ഞാൽ ഇന്നൊരു അത്ഭുത കാഴ്ചയിലേക്ക് പോകുന്നത് എല്ലാ എപ്പിസോഡും പറയുന്ന പോലൊന്നുമല്ല. കാരണം വെച്ചാൽ നമ്മുടെ ഓരോരുത്തരും ജനിക്കുന്ന സമയം മുതൽ നമ്മൾ മരിക്കുന്ന വരെയുള്ള സംഭവങ്ങൾ കൃത്യമായിട്ട് 400 വർഷം മുമ്പ് അഗസ്ത്യമുനി എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഓരോ ചലനങ്ങളും നമ്മൾ എന്താണ് സംഭവിക്കാൻ പോകുന്നത്, എന്താണ് സംസാരിക്കാൻ പോകുന്നത്, എന്താണ് ചെയ്യാൻ പോകുന്നതെല്ലാം കൃത്യമായിട്ട് ആ രേഖയിലുണ്ട്. പക്ഷേ ഈ തമ്പുണ്ടല്ലോ, ഇതിനകത്താണ് ആ രഹസ്യം ഇരിക്കുന്നത്. അപ്പോൾ എന്തായാലും ശരിക്കും പറഞ്ഞാൽ ഞെട്ടിക്കുന്ന കാഴ്ചയിലേക്ക് പോവുകയാണ്. ജാനകിരാമൻ സ്വാമി എന്തായാലും ആ കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് പറയും. പക്ഷേ അങ്ങനെ ഇങ്ങനെയൊന്നും ഈ സ്വാമിയെ കാണാനൊക്കത്തില്ല. ഒരു നിയോഗം വേണം. എന്നെ കാണാൻ സമയമായെങ്കിൽ മാത്രമേ എനിക്ക് അവിടെ ചെല്ലാൻ പറ്റത്തുള്ളൂ എന്നാണ് വിശ്വാസം. എന്തായാലും എന്നെപ്പറ്റിയുള്ള രേഖകളല്ല, എന്നെപ്പറ്റിയുള്ള കൃത്യമായിട്ടുള്ള കാര്യങ്ങളൊക്കെ എഴുതി വെച്ചേക്കുന്നു. ഒരു ഏടുണ്ട്, ഒരു നീളമുള്ള സാധനം ഞാൻ കണ്ടിട്ടില്ല, ആ സാധനത്തിൽ എഴുതി വെച്ചിട്ടുണ്ട്. ഇനി നാളെ എന്ത് സംഭവിക്കുമെന്നൊക്കെ അറിയാനുള്ള കാര്യങ്ങളൊക്കെ ആ ഏടിലുണ്ടെന്നാണ് പറയുന്നത്. എന്തായാലും സ്വാമിയെ തിരക്കി ഞാനിവിടെ വന്നിരിക്കുവാണ്. എവിടെയാണെന്നും അറിയത്തില്ല, ഒരുപാട് 100 കണക്കിന് വീടുണ്ട്. ഇതിലേതോ ഒരു വീട്ടിലാണ് അദ്ദേഹം ഉള്ളത്. ചേട്ടാ ചേട്ടാ ഒരു മിനിറ്റ്, നമ്മുടെ ഈ ജാനകിരാമൻ സ്വാമിയുടെ വീട് എവിടെ? അതിവിടെ ഈ നേരെ പോയാൽ മതി. അവിടെ ഈ അദ്ദേഹം പറയുന്ന സത്യമാണ്. ഈ വിരൽ വെച്ച് ഇതിനകത്തുള്ള സത്യമാണ്. നമ്മുടെ ഈ വിരൽ കാണിച്ചാൽ മാത്രം മതി, അത് മാത്രം മതി. നമ്മുടെ മുഖം ഒന്നും കാണിക്കണ്ട, ഒന്നും വേണ്ട. എല്ലാം സ്വാമി തന്നെ എല്ലാം വ്യക്തമായിട്ട് പറഞ്ഞു തരും. അപ്പൊ ഞാനൊരു കാര്യം ചോദിക്കട്ടെ ചേട്ടാ, അങ്ങോട്ട് അവിടെ പുള്ളി അറിയുന്ന ആളാണ്? അറിയുള്ള ആളാണ്. അപ്പൊ ഈ നമ്മുടെ ജനനസമയം, പേര്, നാളൊന്നും വേണ്ട, ഒന്നും കൊടുക്കണ്ട. ഈ തമ്പ് ഇംപ്രഷൻ മാത്രം കൊടുത്താൽ മതി. കാര്യങ്ങളെല്ലാം പറഞ്ഞു പറയുന്ന പുള്ളി പറഞ്ഞു. കാര്യം ഈ തമ്പ് ഇത് മാത്രം കാര്യം, അത് വല്ലാത്ത അതിശയമല്ല. ഇത് മാത്രം പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ജോലി എവിടെയാണ്, ഞാൻ എവിടെയാണ് ജനിച്ചത്, എൻ്റെ അപ്പനാരും അമ്മയാരും ഇതെല്ലാം പറഞ്ഞു. കുടുംബകാര്യങ്ങളെല്ലാം പറയും, ഭാവിയും ഭൂതം പറഞ്ഞവരും എല്ലാം പറയും. നിങ്ങളുടെ പ്രശ്നങ്ങളെല്ലാം തീർത്തത്. പക്ഷേ ഒരു കാര്യമുണ്ട്, അദ്ദേഹത്തെ കാണാൻ സമയമെങ്കിൽ മാത്രമേ ആള് അത് അങ്ങനെയാണ്. നിങ്ങൾക്ക് എന്തോന്ന് നിയോഗം ഉണ്ടെങ്കിൽ മാത്രമേ അത് അറിയാൻ പറ്റൂ. അതെ അതെ. അപ്പൊ നമുക്കൊരു സാധ്യത ഉണ്ടെങ്കിൽ മാത്രമാണ് നമ്മുടെ ആ ഏട് അവിടെ കാണത്തുള്ളൂ. നമ്മളെ പറ്റിയുള്ള എഴുതി വെച്ചേക്കുന്ന സംഭവം കിട്ടത്തുള്ളൂ. എല്ലാം കിട്ടത്തുള്ളൂ. അവർക്ക് ഇന്ന് നിങ്ങൾക്ക് സമയം ഉണ്ടെങ്കിൽ ഇന്ന് ഏട് കിട്ടും. ചിലപ്പോൾ നിങ്ങൾക്ക് നോക്കാനുള്ള സമയം കിട്ടിയില്ലെങ്കിൽ ഏട് കിട്ടത്തില്ല. അങ്ങനെയൊക്കെ ഉണ്ടല്ലേ? അങ്ങനെയൊക്കെ ഉണ്ട്. അപ്പൊ നമ്മൾ പോയി നോക്ക്. നമ്മൾ എന്തായാലും ചെറിയ കാര്യമല്ല. നമ്മൾ സാധാരണ വെറ്റില ജ്യോത്സ്യം അങ്ങനെ ഒരുപാട് സംഭവങ്ങൾ കണ്ട് തത്തയെ കൊണ്ട് പോകുന്നവരുണ്ട്, അല്ലെ കവടി നിറന്നവരുണ്ട്. ഇത് ഈ വിരൽ വെച്ച് മാത്രം നമ്മുടെ കാര്യങ്ങൾ പറയുവാണെങ്കിൽ അത് ചെറിയ കാര്യമല്ല. അപ്പോൾ ഞാൻ നമ്മുടെ ജാനകിരാമൻ സ്വാമിയെ തപ്പി അങ്ങോട്ട് പോവുകയാണ്. സ്വാമി നമസ്കാരം. ശരിക്കും പറഞ്ഞാല് ഞാൻ 3 or 4 തവണ അങ്ങേ വിളിച്ചിരുന്നു ഫോണിൽ. അപ്പൊ എന്റെ സമയമായി കാണത്തില്ല. ഇതാണ് പ്രോപ്പർ സമയം അല്ലേ? ഇപ്പൊ എന്റെ ടൈം അയച്ചാ ഇല്ലെങ്കിൽ കാണാൻ മുടിയാതെ അല്ലേ? നേരം കാലം വരക്കുള്ളതാണ് കാണാൻ മുടിയും. കണ്ടോ, ഇതെന്ന് പറഞ്ഞാൽ നമുക്ക് സമയമായെങ്കിൽ മാത്രമാണ് ഇദ്ദേഹത്തെ കാണാൻ പറ്റത്തുള്ളൂ. ഒരുപാട് കേൾവിപ്പെട്ടത് അങ്ങേ പറ്റി, പക്ഷെ നേരിട്ട് ഇപ്പോഴാണ് കാണാൻ പറ്റുന്നത്. ഈ തമ്പ് വെച്ച് പറയൂ അല്ലേ? ஆமா, அந்த ஆணா இருந்தா வலது கை தம்பு, ആണായിരുന്നു വലത് കൈയും, പിന്നെ பெண்ணா இருந்தா இடது கை. പെണ്ണായിരുന്നു ഇടത് കൈയും. ആദ്യം മാറിപ്പോട്ടോ. ആണ് വലത് കൈയും പെണ്ണ് ഇടത് കൈയും ആണെങ്കിൽ കൃത്യമായിട്ട് പറയാൻ പറ്റും. ഇത് എന്റെ മുഖം വെച്ചൊന്നും പറയണ്ട, പേരൊന്നും വേണ്ട, ഒന്നും വേണ്ട, എന്റെ നാള് വേണ്ട, ഒന്നും വേണ്ട, ഡേറ്റ് ഓഫ് ബർത്ത് ഒന്നും വേണ്ട. ഞാൻ ഇതൊന്നും തൊട്ടോട്ടെ, കുഴപ്പമുണ്ടോ? അപ്പൊ ഇതാണ് ഏടെന്ന് പറയുന്ന സാധനം. ഇതാണ് പ്രേക്ഷകർ മനസ്സിലാക്കുക. ഇതിലാണ് നമ്മൾ ജനിച്ച നാള് മുതൽ മരിക്കുന്ന വരെ കാര്യങ്ങൾ കൃത്യമായിട്ട് എഴുതി വെച്ചിട്ടുണ്ടോ. ഇതെല്ലാം എഴുത്താണ്. ഇത് എന്ത് ലാംഗ്വേജ്? വിച്ച് ലാംഗ്വേജ്? തമിഴ്, വട്ടത്തമിഴ്. അപ്പൊ നമുക്ക് വട്ടത്തമിഴിലേക്കൊന്നും പോകണ്ട. എന്തായാലും എഴുത്തുണ്ട് ഒത്തിരി, തകുണം തികുണം എഴുതി വെച്ചേക്കാണ്. അപ്പൊ ഇതാണ് നമ്മൾ ഏടെന്ന് പറയുന്നത്. അപ്പൊ ഓരോ മനുഷ്യനും ഓരോ ഏടാണുള്ളത് അല്ലേ? അപ്പൊ ഈ സാധനം ഇതെന്താ സ്വാമി? ഇതും അതേപോലെതാ. ഇത് ഏടാണോ? ഏടുതാ. ഇതാണ്. അപ്പൊ എന്റെ കാര്യങ്ങളിൽ ഇതിനകത്ത് ഏതോ ഒരു ഇതിനകത്തുണ്ട്. ഒരുപാട് ആൾക്കാർ വരാറുണ്ടല്ലേ? ഒത്തിരി ആൾക്കാർ വരാറുണ്ട്. എന്നിട്ട് ഈ പ്രശസ്തരായ ആൾക്കാർക്ക് വരാറുണ്ടോ? പ്രശസ്തരായ ആൾക്കാർ ഒത്തിരി വന്നിട്ടുണ്ട്. പക്ഷെ നമുക്ക് പേരൊന്നും വെളിപ്പെടുത്താൻ പറ്റത്തില്ല. എങ്കിലും ഒരു ഇൻസിഡന്റ് ഒരു കാര്യം പറയാം. ഒരു പ്രശസ്തി ആർജിച്ചുകൊണ്ടിരുന്ന ഒരു സിനിമാ നടിയാണ്. അവരൊരു നർത്തകി കൂടെ ആയിരുന്നു. അവർക്ക് സ്വാമിയുടെ അടുത്ത് അവർ ഏട് നോക്കാനായിട്ട് വന്നിരുന്നു. പക്ഷെ അവർക്ക് സമയമില്ല എന്ന് പറഞ്ഞ് അവരുടെ ഏട് എടുത്തു. അപ്പൊ അവര് പറഞ്ഞ് പോയിട്ട് വരാന്ന് പറഞ്ഞു. അപ്പൊ സ്വാമി പറഞ്ഞ് ഇനി പോയിട്ട് വന്നാൽ അത് നോക്കാൻ സാധിക്കില്ല, ഇപ്പൊ തന്നെ നോക്കണം. അവര് സമയം അവർക്ക് പറ്റത്തില്ല എന്ന് പറഞ്ഞ് അവര് പോയി. പിന്നെ അവരുടെ മരണ വാർത്തയാണ് അറിഞ്ഞത്. ഒരു യുവ നടിയായിരുന്നു. അതെല്ലാവരും മലയാളിക്കെല്ലാം അറിയും. മോനിഷ എന്ന് പറയുന്ന ആ മഹാനടി. ശരിക്കും പറഞ്ഞാൽ ആ സമയത്ത് എന്തെങ്കിലും ഒരു വിഘ്നം സംഭവിക്കും അല്ലേ? അത് നോക്കിയായിരുന്നെങ്കിൽ കൃത്യമായിട്ട് അറിയായിരുന്നു അത് സംഭവിക്കൂലായിരുന്നു. പക്ഷെ അത് അവരുടെ സമയം അതായിരുന്നു. അതുകൊണ്ടാണ് അവര് ഏട് നോക്കണ്ട, വന്നിട്ട് നോക്കാന്ന് പറഞ്ഞ് അവര് പോയത്. ആക്സിഡന്റ് പറഞ്ഞായിരുന്നു. ആക്സിഡന്റ് ആയി. കറക്റ്റ് ആ സമയത്ത് നോക്കിയായിരുന്നെങ്കിൽ പ്രതിവിധി പറഞ്ഞു. உடனடியே பாருங்க, நேரம் காலம் சரியில்லை, பார்த்துட்டு போனால் உங்களுக்கு நல்லா இருக்கும், நல்ல நாளைக்கு வந்து பார்க்கலான்ட்டு எர்ணாகுளம் போயிட்டாங்க. எர்ணாகுளம் போகிற வழியில் அந்த கார் ஆக்சிடெண்ட் ஆகி அங்கேயே மறித்து போயிட்டாங்க. അപ്പോൾ ചേച്ചി ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ,
ഇത് ശരിക്കും പറഞ്ഞാൽ ഇപ്പൊ നിങ്ങളുടെയൊക്കെ എല്ലാം മനപ്പാടായിരിക്കും. നിങ്ങളൊക്കെ നോക്കിയിട്ടുണ്ടോ? ആ നോക്കിയിട്ടുണ്ട്. എനിക്ക് ഞാൻ ആദ്യമായിട്ട് ഭാര്യയല്ലേ? വൈഫാണ്. ഞാൻ ആദ്യമായിട്ട് സ്വാമിയുടെ അടുത്ത് വന്ന് ഓല നോക്കി. പക്ഷേ ഓല നോക്കിയപ്പോൾ സ്വാമി പറഞ്ഞ എൻ്റെ കാര്യങ്ങളെല്ലാം കറക്റ്റായിരുന്നു. കഴിഞ്ഞ ഫ്യൂച്ചറും ഫാസ്റ്റും ഒക്കെ സമയത്ത് നോക്കിയായിരുന്നു. അതെല്ലാം കൃത്യമായിരുന്നു. അതുപോലെ തന്നെ സംഭവിക്കുകയും ചെയ്തു. ഇനിയിപ്പോൾ ഉള്ള കാര്യങ്ങൾ, അപകടങ്ങൾ, പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അറിയാൻ പറ്റൂല്ലേ? അതൊക്കെ അറിയാൻ പറ്റും. സ്വാമി അതെല്ലാം നോക്കി പറഞ്ഞു. നിങ്ങളുടെ കാര്യത്തിലൊക്കെ സേഫാ? നമ്മുടെ കാര്യം എല്ലാം കറക്റ്റാണ്. സ്വാമി പറഞ്ഞത് മാതിരിയാണ് നടന്നിട്ടുള്ളത്. അപ്പൊ ഇങ്ങനെയുള്ള എന്തെങ്കിലും അപകടങ്ങൾ കാര്യങ്ങളൊക്കെ വരുവാണെന്ന് സ്വാമി ആ ഓല വായിക്കുമ്പോൾ പറയും അപകടമാണ്, ഇങ്ങനെ സൂക്ഷിക്കണം, കുറച്ച് നാള് പാത്ത് നടക്കണം, പൂജകളുണ്ടെങ്കിൽ അതിനുള്ള പൂജകളൊക്കെ പറഞ്ഞു കൊടുക്കും സ്വാമി. അപ്പൊ എനിക്ക് എന്നെ പറ്റി പറയാൻ പറ്റുമോ? പറയും. അപ്പൊ ഇതിനകത്ത് എന്താണ് ഗുണമാണോ ദോഷമാണോ എന്നുള്ള കാര്യം പ്രേക്ഷകർ ചിന്തിക്കൂ. ചില കാര്യങ്ങൾ ഞാൻ മ്യൂട്ട് ചെയ്യും കേട്ടോ. എന്നെ പറ്റി പറയാൻ പാടില്ലാത്തൊന്നും പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നില്ല. അപ്പൊ ഞാൻ എന്താ ചെയ്യേണ്ടത്? ഉங்களுடைய വലത് കൈ തലവരൽ രേഖ വേണം. അപ്പൊ എൻ്റെ ഈ വലത് കൈ കാണിക്കാൻ പോവുകയാണ്. ഇനി എന്താ സംഭവിക്കുന്നുള്ളത് കണ്ടറിയാം. ഓക്കെ, അപ്പൊ ഞാൻ കണ്ടല്ലോ. இந்த രേഖയ്ക്ക് പേര് ഇருக்கு. പേരെന്താ? പേര് വരികോണ കീറ്റ് രേഖ എന്ന് പേര്. വരകോണിക്കെറ്റ് രേഖ. എല്ലാവർക്കും ഓരോ പേര് നിയമമാണ്. എല്ലാத்துக்கும் തനിത്തനി പേരുണ്ട്. ഓരോരുത്തർക്കും ഓരോ രേഖ, ഓരോ പേരാ. ആമാ. അപ്പൊ എന്റെ വരികോണ പേര് വരികോണ കീറ്റ് രേഖ 2 പുള്ളി. അപ്പൊ പുള്ളിയൊന്നും നമുക്ക് കാണാനൊക്കെ ഒത്തില്ല. സ്വാമി കണ്ടുപിടിച്ചത്. എന്തായാലും കണ്ട് മനസ്സിലേക്ക് കയറ്റി അല്ലേ? ഉള്ളിലേക്ക് വന്ന് മൈൻഡിലേക്ക് വന്നു. ഓക്കെ, അപ്പൊ എന്നെ പറ്റിയുള്ള ഫുൾ ഡീറ്റെയിൽസ് അദ്ദേഹത്തിന്റെ മനസ്സിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി എന്താ ചെയ്യാൻ പോകുന്നത്? ഇപ്പൊ ഇതിൽ அந்த ഏട്ടില് ഉங்களுடைய ഏട് இருக்கா நாடிலன்னு നോക്കണം. ഇതുവരെ ഇത്രയും വർഷം വരെ എത്ര പേരെ നോക്കിയിട്ടുണ്ട്? ഇത്തരം ഞാൻ പഠിക്കാൻ കിളമ്പുന്നതിലിருந்து ലക്ഷക്കണക്കിന് ലക്ഷക്കണക്കിന് ഏട് നോക്കിയ ആളാണ്. ഓക്കെ, അപ്പൊ ഞാൻ ഇനിയിപ്പം കേരളത്തിക്ക് മുതൽ നാടി ജോസിയെന്ന് കൊണ്ടിട്ട് വന്നത് ഞാൻ താൻ. ശരി, അതെ. കേരളത്തിൽ നാടി ജോസി എന്ന് പറയുന്ന ആ ഒരു വലിയൊരു ആദ്യമായിട്ട് കൊണ്ടുവന്നത് ജാനകിരാമൻ അല്ലേ? ജാനകിരാമൻ. ഓക്കെ. അപ്പൊ ഇനി എന്റെ ഏട് നോക്കുവോ? വായിക്കാൻ പോവാണ്. അപ്പോൾ പ്രേക്ഷകർ ഞെട്ടാൻ പോകുന്ന കാഴ്ചയിലേക്ക് നമ്മൾ പോവുകയാണ്. എന്നെ പറ്റിയുള്ള ഫുൾ ഡീറ്റെയിൽസ്, എൻ്റെ അച്ഛനമ്മ, എൻ്റെ ജോലി, എൻ്റെ സർവ്വ ഡീറ്റെയിൽസ് ഇതിനകത്ത് എഴുതി വെച്ചിട്ടുണ്ട്. ഇത് കിട്ടിയതാണ് എൻ്റെ ഏട് അല്ലേ? ഇതിൽ ഇരിക്കുന്ന 100 ഏട്ടിൽ എതിർന്ന് ഓക്കെ, ശരി. അപ്പൊ ഞാൻ 100 കണക്കിന് ഉണ്ട്. അതിനകത്ത് ഏതെങ്കിലും ഒരെണ്ണം ആയിരിക്കും എൻ്റെ എന്നാണ് പറയുന്നത്. ആമാ. ശരി, சொல்லு. அழகாய் உன் திருவடியை தொழுவோர்க்கெல்லாம் மண்ட முதல் மிக இன்பம். நீங்க ജനിച്ചത് ഇന്ത്യയെ വിട്ട് പുറത്തവാ? ഇന്ത്യയിലാണോ പുറത്താണോ? ഞാൻ ഇന്ത്യ തന്നെ. അപ്പൊ இந்த ஏடு இல்லைன்னு அர்த்தம். ഈ ഏടിനകത്ത് ഇല്ല. ஏன்னா இது ഇന്ത്യയെ വിട്ട് പുറത്തുള്ള സംഭവമാണ്. പുറത്ത് ജനിച്ചവർക്കുള്ള ഏടാണ് ഇത്. ഓക്കെ, എനിക്ക് പുരിഞ്ഞ്. നെക്സ്റ്റ്. கலை வடிவாய் நின்றிட்ட கைலை தேவன் கடலடியை ஒற்றியுமே அகத்தி என்ஜான் நிலையுலகில். அதாவது இதுல டிகிரிக்கு படிச்சிருக்கீங்க, ஆட்சி பண்ணினா சிவில் சர்வீஸ் படிச்சிருக்கீங்களா? இல்ல. சிவில் சர்வீஸ்னா அது IAS IPS IRS இதெல்லாம் சிவில் சர்வீஸ். இல்ல அதெல்லாம் படிச்சிട്ടില്ല. அப்ப இல்லன்னா இந்த ஏடு கிடையாது. ഈ ഏടല്ല. அல்ல, அதுக்கு மேல வேற உள்ளது இருக்கான்னு நோக்கம். சரி. மேலும் பின்ன உரியது ஒரு கல்வி மேல்பட்டமாய் நீங்க டிகிரிக்கு படிச்சிருக்கீங்க. அரிய ஒரு கணிதம் மேல் கல்வியே விஞ்ஞானம் கணக்குக்கு படிச்சிருக்கீங்க. கணக்கல்ல, சயின்ஸும் அல்ல. இது உங்க கைரேகைக்கு உண்டான தாலிபோல கிரந்தம் எங்க கிட்ட இங்க இல்ல. ഇവിടെ വന്നിട്ട് இல்ல. அது வைத்தீஸ்வரம் கோயில்ல இருந்து எங்க ஹெட் ஆபீஸ்ல இருந்து தான் வரணும். അത് എങ്ങനെ വരും? അത് ബസ്സിൽ കൊടുത്തു വിടുവാங்க. അപ്പൊ എന്തായാലും എനിക്കൊരു നിരാശ എന്താണെന്ന് വെച്ചാൽ എന്നെ പറ്റിയുള്ള ഏടിന് ഇവിടെ എത്തിയിട്ടില്ല. ഇടാൻ കിടക്കുന്നേ. കാരണം എന്തായിരിക്കും എത്താത്തത്? உங்களுக்கு அதுக்கான நேரம் வரல. അത് ഞാനിപ്പം 3 വർഷം വിളിച്ചിട്ടല്ലേ ഇങ്ങോട്ട് വരുന്നത്. അപ്പൊ എന്റെ ടൈം ആയിട്ടാണല്ലോ ഇങ്ങോട്ട് വരുന്നത്. അപ്പൊ എന്റെ ഏട് കാണണമല്ലോ. ടൈമായി വന്നാലും എന്ന് അത് വാസിക്കണമെന്ന് വിധി ഇരിക്കോ അന്നേക്ക് தான் അത് മുടിയും. അപ്പോൾ എനിക്ക് ഒരുപാട് ആകാംക്ഷയായിരുന്നു എന്താണ് നാഡി ജ്യോത്സ്യം, അല്ലെങ്കിൽ ഇങ്ങനെ നമ്മുടെ മുഖമോ അല്ല ഡേറ്റ് ഓഫ് ബർത്തോ ഒക്കെ പറയാതെ എങ്ങനെ പറയാൻ പറ്റുന്ന ഒരു ആകാംക്ഷ ഉണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും എൻ്റെ ടൈം ആയി കാണത്തില്ല. അപ്പോൾ എന്തായാലും ഒരു വരവോടി വന്നിട്ട് കൃത്യമായിട്ട് പറയും, പ്രേക്ഷകരിലേക്ക് എത്തിക്കും. എന്തായാലും ഈ എപ്പിസോഡ് പ്രേക്ഷകർക്ക് ഇഷ്ടമാണെന്ന് വിചാരിക്കുന്നു. ഇനി മറ്റൊരു കിടിലം സംഭവമായിട്ട് വീണ്ടും ഞാനെത്തും. അതുവരേക്കും